ഹാജത്ത് നിർവഹണത്തിന് വേണ്ടി കാര്യം സാധിച്ചു കിട്ടാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഖുർആൻ ഓതാറുണ്ട്, ദിക്ർ ചൊല്ലാറുണ്ട്, ഹാജത്ത് നിസ്കരിക്കാറുണ്ട്. പലരും ചോദിച്ചാണ്, ഹാജത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? നമ്മുടെ കാര്യം സാധിച്ചു കിട്ടാൻ ഹാജത്ത് നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ള ദുആ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതുമാത്രമല്ല, നമുക്കൊരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടാൻ നമ്മൾ വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് എളുപ്പമുള്ള ഒരു 3 വഴികൾ ഞാൻ പറഞ്ഞുതരാം. 3 ദുആയാണ്, 3 ദിക്റാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ, മനസ്സിൽ കരുതിയത് എന്താണോ, നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ, അത് സാധിപ്പിച്ചു കിട്ടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ഖൗല് മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. പല ആളുകളും ദിവസവും വിളിച്ചിട്ട് പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് പരിഹാരങ്ങൾ തേടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. കുറച്ച് ദിവസം മുമ്പ് ഒരു ഉമ്മ വിളിച്ച് അവർക്ക് കിട്ടിയ വലിയൊരു അനുഭവം എന്നെ അറിയിക്കേണ്ടത്. എനിക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷം. ഉസ്താദേ, മോൻ നന്നായി എന്നാണ് പറഞ്ഞത്, മകൻ നന്നായി എന്ന്. അതായത് എനിക്ക് അതിന് മുമ്പ് വിളിച്ച് പറഞ്ഞ അവരുടെ സങ്കടം കേട്ടപ്പോൾ വല്ലാത്ത വിഷമം, അവർ സംസാരത്തിൽ കരഞ്ഞുകൊണ്ടാണ് എന്നോട് ആ കാര്യം പറഞ്ഞത്. മകൻ തീരെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരണയില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഈ ഒരു വിഷയത്തിൽ ഒരു അനുസരണയില്ലാത്ത രൂപത്തിലാണ് മകൻ. അവനിപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, നന്നായി, അൽഹംദുലില്ലാ ഉസ്താദിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷം അറിയിച്ചു. അതുപോലെ എത്രയോ ആളുകൾ. അള്ളാഹു എല്ലാവർക്കും സാന്ത്വനം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു 3 ദുആ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ആവശ്യ പൂർത്തീകരണത്തിന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കാര്യം, നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചൊരു മുറാദ് ഹാസിലായി കിട്ടാൻ പല ദുആകൾ നമ്മൾ ചെയ്യാറുണ്ട്. മുത്ത് നബി തങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു ദുആണ്, നബി തങ്ങളെ കൊണ്ട് ചോദിക്കാനുള്ളൊരു ദുആ. മഹാന്മാരായ സ്വഹാബത്ത് നബി തങ്ങളുടെ അരികിൽ വന്ന്, നബിയെ ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, പല പല ആവശ്യങ്ങളുണ്ട് എന്നിങ്ങനെ ആവശ്യം പറയുന്ന സമയത്ത് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില ദുആകളുണ്ട്. ഈ ദുആ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റബ്ബിനോട് നിങ്ങളുടെ കാര്യം തേടുക, കാര്യം നടന്നു കിട്ടുമെന്ന്. അത്തരത്തിൽ ഒരു ദുആ പറഞ്ഞ ഹാജത്ത് നിസ്കാര ശേഷം നമ്മൾ 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചു. ഹാജത്ത് നിസ്കാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, എൻ്റെ ചാനലിൽ തന്നെ നമ്മൾ പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാജത്ത് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത്, ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക, വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, അതുപോലെ തന്നെ സൂറത്ത് ഓതി. ഏതെങ്കിലും സൂറത്ത് ഓതാൽ ഏറ്റവും നല്ലത് ഖുൽ കാഫിറൂൻ, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദൊക്കെ ഓതലാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ സൂറത്ത് അറിയുന്ന സൂറത്തുകളൊക്കെ ഓതി 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ പറയുന്ന ദുആ ഒന്ന് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ ദുആ ഒന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോക്കി ചൊല്ലിയാൽ മതി. കാണാൻ പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നോക്കി ചൊല്ലിയാൽ മതി, ബുദ്ധിമുട്ടില്ല. എന്താണ് ദുആ? ഞാൻ പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി في حاجتي هذه لتقضى لي اللهم فشفعه فيا. ദുആ ഞാൻ നിർത്തി പറഞ്ഞത് നിങ്ങൾക്കത് കൂടെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ലിതുഖ്ളാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ. എന്താ ചോദിക്കുന്നത്? അല്ലാഹുവേ, ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ, റഹ്മത്തായ നബിയാകുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാനിതാ നിന്നിലേക്ക് തിരിയുകയും നിന്നോട് ഞാൻ എൻ്റെ ആവശ്യം പറയുകയും ചെയ്യുന്നു. നിന്നോട് ഇതാ ചോദിക്കുന്നു. യാ മുഹമ്മദ്, ഇനി മുഹമ്മദ് നബിയെ വിളിക്കുകയാണ്. ഇന്നി അതവജ്ജഹു ബിക, നബിയെ തങ്ങളെ കൊണ്ട് ഞാനിതാ ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. തങ്ങളെ കൊണ്ട്
ഞാൻ എൻ്റെ റബ്ബിലേക്ക് അതാണ് ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലു, അള്ളാഹുവും വലിയാണ്, നമ്മുടെ കാര്യം കൈകാര്യം ചെയ്യുന്ന ആളാണ്. റസൂലുഹു, റസൂലിനും അള്ളാഹു ആ പദവി കൊടുത്തിട്ടുണ്ട്. അപ്പം നബിയെ വിളിച്ചിട്ട് പറയാം, യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, എൻ്റെ കാര്യം ഞാനിതാ റബ്ബിലേക്ക് തിരിക്കുന്നുണ്ട്. ഫി ഹാജത്തി ഹാദിഹി, എൻ്റെ ഇന്ന ആവശ്യം, എന്താവശ്യമാണ് അത് മനസ്സിൽ കരുതിക്കൊണ്ട്, കടം വീഴണം, വീട് വെക്കണം, ജോലി വേണം, എന്താണോ മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ലി തുഖ്ലാലി, എനിക്ക് എൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി, എൻ്റെ ആവശ്യം നടന്നു കിട്ടണം, എനിക്ക് ആ ഹാജത്ത് വീട്ടിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാനിതാ തങ്ങളെ മുൻനിർത്തിയിട്ട് റബ്ബിലേക്ക് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഫശഫിഉ ഫിയ, അല്ലാഹുവേ എൻ്റെ വിഷയത്തിൽ മുത്തുനബി തങ്ങളുടെ ശുപാർശയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഒരു ആശയം വരുന്ന ദുആഇനെ എന്ത് ചെയ്യുക, ആ നിസ്കാര ശേഷം 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ച ശേഷം ചെയ്യുക. നമ്മുടെ മനസ്സിൽ നല്ല നിയ്യത്ത് കരുതിക്കൊണ്ട്, ആ മുറാദ് കരുതിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഹാജത്ത് പൂർത്തീകരണത്തിനുള്ള ദുആ അതാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹാജത്തിൻ്റെ ദുആ കാണാം. എന്താണ് ഈ ദുആ? ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പതിവാക്കുകയാണ് എങ്കിൽ ആ മനുഷ്യൻ മനസ്സിൽ കരുതിയ മുറാദ് അതെന്തോ ആയിക്കൊള്ളട്ടെ, ശരീഅത്തിന് വിപരീതമല്ലാത്ത, അതായത് ദീൻ അനുവദിച്ചു തന്ന ഹലാലായ എന്ത് മുറാദാണെങ്കിലും ആ മുറാദ്, ലോട്ടറി എടുത്തു, അള്ളാഹുവെ എനിക്ക് ലോട്ടറി അടിപ്പിച്ച് തരണേ എന്ന് ഇത് ചെയ്തു, ഇത് രാവിലെ വൈകിട്ടും ഇരുന്ന് ചൊല്ലിയിട്ട് ദ്വാരായിരുന്നു, അത് സ്വീകരിക്കൂല അല്ലേ? കള്ള് കച്ചവടം തുടങ്ങി, അള്ളാഹുവെ എൻ്റെ ഈ ബിസിനസ് ഉയർത്തി തരണേ എന്ന് എന്ത് ചെയ്തു, ഇത് ചൊല്ലിക്കൊണ്ട് ദ്വാരായിരുന്നു, അത് സ്വീകരിക്കൂല. അതാ പറഞ്ഞത്, ഹലാലായ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലോണ് പാസ്സാകാൻ വേണ്ടിയിട്ട്, ബാങ്കിൽ നിന്ന് ലോണ് പാസ്സാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ദ്വാ ചെയ്തു, അതും സ്വീകരിക്കപ്പെടില്ല. ഹലാലായി അനുവദിക്കപ്പെട്ട എന്ത് സംഗതിയാണോ അത് നടന്നു കിട്ടാൻ ഈ ഒരു ദുആ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ മതി. എളുപ്പമുള്ളൊരു ദുആയാണ്, ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. എന്തല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോട് നമ്മൾ പറയണത്, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. അല്ലാഹുവേ, നീ സഹിലാക്കിയ, എളുപ്പമാക്കിയതല്ലാത്തതൊന്നും എളുപ്പമല്ല, നീ എളുപ്പമാക്കിയത് മാത്രമേ എളുപ്പമുള്ളൂ എന്ന്. അതായത് നീ എനിക്കിപ്പോൾ ഉള്ളൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല, നീ എനിക്കുള്ളൊരു ഖേദം, ബുദ്ധിമുട്ട്, പ്രയാസം, നീ അത് എളുപ്പമാകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ ആരും തടയാനില്ലല്ലോ, അത് എളുപ്പമായി തീരും. നീ എളുപ്പമാക്കിയത് മാത്രമേ ഇവിടെ എല്ലാവർക്കും എളുപ്പമായിട്ടുള്ളൂ അല്ലേ? ഒരാൾ സമ്പന്നനായി, അത് നീ സമ്പത്തിൽ എളുപ്പം ചെയ്തു കൊടുത്തോണ്ടാ. ബിസിനസ് ഉയർന്നു, അത് നീ എളുപ്പം ചെയ്തു കൊടുത്തോണ്ടാ അല്ലേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സക്സസ് ആയി, അത് നീ എളുപ്പം ചെയ്തു കൊടുത്തോണ്ടാണ്. അപ്പം എൻ്റെ കാര്യത്തിനും നീ എളുപ്പം ചെയ്തു തന്നാൽ എനിക്ക് എളുപ്പമായി കിട്ടും, ആ കാര്യങ്ങൾ റാഹത്തായി കിട്ടും. ഈ ഒരു നീയത്ത് വെച്ചുകൊണ്ട് ഈ ഒരു ദുആഇനെ രാവിലെയും വൈകുന്നേരവും പതിവാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ദുആ അതാണ്. ഇനി മൂന്നാമത്തത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊക്കെ അറിയുന്നൊരു ദിക്ർ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഹദീസുകളിലും ഈ ഒരു ദുആ കാണാൻ കഴിയും, ഈ ഒരു ദിക്ർ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും. ഏതാണ് ആ ദിക്ർ? ഈ ദിക്ർ ചെയ്യേണ്ട വിധം എങ്ങനെയാണ്? 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരത്തിന് ശേഷം ഈ ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യുക. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുക. 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നബി തങ്ങളുടെ മേൽ ഏതെങ്കിലുമൊക്കെ സ്വലാത്ത്, നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അത് സ്വലാത്ത് ചൊല്ലിയ ശേഷം മഹാന്മാരായ മുൻഗാമികൾ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ ഇല്ലേ, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, നമുക്ക് അറിയുന്നവരുടെ പേരൊക്കെ പറയാം, അറിയുന്നവരുടെ പേരുകളൊക്കെ പറഞ്ഞ് അവരുടെ മേലൊക്കെ ഒന്ന് തവസ്സുലാക്കി നമ്മൾ ചെയ്തതിൻ്റെ ഒരു മിസ്ൽ സവാബ് അവർക്കൊക്കെ ഒന്ന് ഹദിയ ചെയ്തിട്ട് ശേഷം നമ്മളുടെ ഹലാലായ കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ഇറക്കണം. അതിനുശേഷമാണ് ഈ ദുആ ദിക്ർ ചൊല്ലേണ്ടത്. ഈ ദുആ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ ചൊല്ലിയതിന് ശേഷം നമ്മളുടെ ആവശ്യം റബ്ബിനോട് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യം പൂർത്തീകരിച്ച് നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എളുപ്പമുള്ള, നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള എളുപ്പമുള്ള 3 ദുആകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. 3 ദിക്റുകളാണ് നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന, അവിടുത്തെ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട അത്ഭുതകരമായ 3 ദിക്റുകൾ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകട്ടെ, എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ആവശ്യക്കാർ നമ്മുടെ കൂടെയുണ്ട്, അവർക്കൊക്കെ ഇന്ന് ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മയൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.